ശ്രീനാരായണ പരമഗുരവേ നമഃ. ആചാര്യ പാദങ്ങളിൽ പ്രണാമം, ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. നമസ്തേ. നമസ്തേ. നമസ്തേ എന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചൊരു നമസ്തേ പറയാൻ എല്ലാവർക്കും ഒരു മടി? കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ ആസ്വദിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും അല്ലേ? എന്തായാലും വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ശാഖയിലൊന്ന് വരണമെന്നുള്ളത്. കാരണം ഗുരുപദൻ ടി വിയിലൂടെ എനിക്ക് ആചാര്യ തുല്യരായ ആളുകൾ ഇവിടെ വന്ന് നിന്ന് ക്ലാസ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു, ഓതറ ശാഖയിൽ ഒരു ദിവസം വരണമെന്ന്. പലപ്പോഴും ഇതുവഴി ജോലി സംബന്ധമായി കടന്നു പോകുമ്പോൾ ഈ ഓതറ എന്ന് പറയുന്ന ബോർഡ് കാണുമ്പോൾ സമയമായിട്ടില്ല എന്ന് ആരോ മനസ്സിലിരുന്ന് മന്ത്രിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം അനീഷ് വിളിച്ചു. അപ്പോൾ ഞാൻ കരുതി മോളെ ആയിരിക്കും വിളിച്ചത്. ഞാൻ ചോദിച്ചു, ആരാ, മോള് വരണോ അച്ഛൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, അച്ഛൻ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. പ്രമുഖരായ പല ആചാര്യന്മാരും വന്ന് ക്ലാസ് എടുത്ത നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം എന്താണ് നിങ്ങൾക്കിനി ക്ലാസ് എടുത്ത് തരിക എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വിഷയം ശ്രീനാരായണ ഗുരുദേവൻ കണ്ടെത്തിയ കേരളം. അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം എന്നാണ് കരുതിയത്. ഇപ്പോഴും നമ്മുടെ ആളുകൾക്കൊരു സംശയമുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണോ യഥാർത്ഥ ഈശ്വരൻ? അല്ലെങ്കിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ വിവിധ ശാഖകളിൽ ഇപ്പോഴും സംശയത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ട് വരുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിക്കണം എന്നതിലുപരി നമ്മൾ എന്തുകൊണ്ട് ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ജന്മം കൊണ്ട് ആലപ്പുഴ ജില്ലക്കാരനാണ്, ചേർത്തലയിലാണ് എൻ്റെ സ്വദേശം. ഇപ്പം ചേർത്തലയിലെ ആളുകളോട് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഏതൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോയി അന്വേഷിക്കും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വെച്ച് കഴിയുമ്പോൾ പറയുന്നത് കേൾക്കാം, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ എല്ലാവരും പോകുന്നൊരു ക്ഷേത്രമാണ് വേളാർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെയോ അങ്ങനെ ഒരു ക്ഷേത്രം കാണുമായിരിക്കും അല്ലേ? സത്യത്തിൽ നമ്മളുടെ കുടുംബക്ഷേത്രം ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ഈശ്വരന്മാരുടെയൊക്കെ മുന്നിൽ നെഞ്ചി നിവർത്തി നിന്ന് നമ്മുടെ സങ്കടം പറയുവാൻ അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നില്ലേ? 1888 ശിവരാത്രി നാളിന് തൊട്ടു മുൻപ് വരെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങൾ ഒന്ന് പ്രകടിപ്പിക്കുവാൻ നമുക്ക് അവസരമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ചു തന്ന ആ അരിവുപുറത്തെ ശിവപെരുമാൾ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബക്ഷേത്രം എന്ന ഒരു ചിന്തയിൽ നിന്ന് വേണം നമ്മൾ ഭഗവാനിലോടുള്ള ഭക്തി അല്ലെങ്കിൽ നന്ദി ആരംഭിക്കുക. ഈ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ആളുകളുടെ വരുമാനത്തിൽ നിന്നൊരു ഭാഗം കാർന്നെടുത്തുകൊണ്ട് വളർന്നു വലുതായ ഒരു കാലഘട്ടമുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ നമ്മളീ പറഞ്ഞ വേളോർവട്ടം ക്ഷേത്രം പോലും ഒരിക്കൽ നമ്മുടെ ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല എന്ന അവസ്ഥയിൽ നിന്ന് സർവ്വക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിതാമഹന്മാർ തീരുമാനിച്ചു, നമുക്കിനി ക്ഷേത്രങ്ങളിൽ, നമ്മളെ വേണ്ടാത്ത ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട, അത്ര ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് ഇനി യാതൊരുവിധ വഴിപാടുകളും നൽകണ്ട എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ പിതാമഹന്മാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് സംഭവിച്ചത് ഈ പറഞ്ഞ വെളോർവട്ടം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിത്യ ചെലവിനുള്ള പൈസ ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് വരികയും ഒരു തിരി പോലും തെളിയിക്കുവാനുള്ള വരുമാനമില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ അന്നത്തെ ദിവാനെ വിവരം അറിയിക്കുകയും ബുദ്ധിമാനായ സർ CP അന്നത്തെ മഹാരാജാവിനോട് കാര്യം പറഞ്ഞു. ഈ പോക്ക് പോയാൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 1936 തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. പക്ഷേ ഇന്നത്തെ നവോത്ഥാന
കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ നവീന കാലഘട്ടത്തിലെ എല്ലാവരും പ്രസംഗിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദാര്യമാണ് നമുക്ക് ക്ഷേത്രപ്രവേശനമെന്നാണ്. സത്യത്തിൽ അതല്ല. നമ്മുടെ പിതാമഹന്മാരെടുത്ത ഉറച്ച തീരുമാനത്തിൻ്റെ പിന്നിൽ നിന്നാണ് ഇത്തരം വിളംബരങ്ങൾ ഉണ്ടായത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇന്നത്തെ ഈ വേദി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യേണ്ട നമ്മൾ ഓരോരുത്തരും ആ കടമ എത്രമാത്രം നിർവഹിക്കുന്നു എന്ന് സ്വയം വിചിന്തനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് കണക്കെടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തു മതമാണ് അല്ലേ? ചെറിയ ഒരു രാജ്യത്ത് പിറവിയെടുത്ത യേശുദേവൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവനും പ്രചരിച്ചപ്പോൾ അതിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമായി മാറി. തിരിച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന രണ്ടാമത്തെ മതം എന്ന കണക്കുകൾ പറയുന്നത് ബുദ്ധമതമാണ്. ഈ ബുദ്ധമതം ഉത്ഭവിച്ചത് ഭാരതത്തിലാണ്. ഇന്ന് ഭാരതത്തിൽ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. കാരണം എന്താണ്? ബുദ്ധൻ പറഞ്ഞു തന്ന ആ കർമ്മങ്ങളിലേക്ക് ഇടപെടാതെ ആർഭാടത്തിലേക്ക് വഴിമാറിയ സന്യാസിമാരുടെ ഗുണം കൊണ്ട് ഇന്ന് ഭാരതത്തിൽ ഈ പറഞ്ഞ ബുദ്ധമതം ഏകദേശം തുടച്ചു നീക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴും മറ്റ് രാജ്യങ്ങളിൽ ബുദ്ധൻ്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരായി അനേകായിരം ആളുകൾ ആ മതത്തെ വിശ്വസിച്ചു കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു തന്ന ദർശനത്തെ നെഞ്ചിലേറ്റുവാൻ നമ്മൾ മടിക്കും തോറും ലോകം ഇത് ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് കാണുന്ന എല്ലാ സർവ്വ പ്രശ്നങ്ങൾക്കും, ഭാരതത്തിലാണെങ്കിൽ ഇന്ന് മണിപ്പൂരിലൊക്കെ നടക്കുന്ന കൂട്ടക്കൊല, ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊല, ഇതിനൊക്കെ ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം മാത്രമാണ്. ഒരു മതവും തമ്മിൽ പൊരുതിയാൽ ജയിക്കില്ല എന്ന് നമ്മളെ ഉത്ബോധിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു തന്ന മഹാഗുരുവിൻ്റെ ദർശനം പ്രചരിപ്പിക്കേണ്ട നവീന കാലഘട്ടം. ഇവിടെയും നമ്മൾ മടിച്ചു നിന്നാൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രചരണത്തിന് നമ്മൾ ഓരോരുത്തരും മുന്നിട്ട് ഇറങ്ങാത്തതിൻ്റെ ചില പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, 1893, അതായത് ഭഗവാൻ ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സർവമത സമ്മേളനം നടന്നു. ആ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുവാനുമായി അല്ലെങ്കിൽ പങ്കെടുക്കുവാനുമായി ഭാരതത്തിൽ നിന്ന് പോയ ഒരു യുവ സന്യാസി ഉണ്ടായിരുന്നു. ആരാണ്? വിവേകാനന്ദ സ്വാമികൾ. ഈ വിവേകാനന്ദ സ്വാമികൾ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരെ. അവിടെ കൂടിയിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അഭിസംബോധന കേട്ടപ്പോൾ ആശ്ചര്യഭരിതരായി പോയി. കാരണം അവിടെയുള്ളവരെല്ലാം അന്ന് വരെ കേട്ടിരുന്നത് എന്താണ്? മാന്യമഹാജനങ്ങൾ, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു യുവ കോമളനായ സന്യാസി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ. ആ പ്രസംഗം ശ്രവിച്ച അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം മനസ്സിലേക്ക് ഒരു വിസ്ഫോടനമാണ് ഈ വിവേകാനന്ദ സ്വാമികൾ നടത്തിയത്. അതിനെക്കുറിച്ച് അന്ന് ലഭ്യമായ വാർത്താ മാധ്യമങ്ങളായ റേഡിയോയിലും പത്രങ്ങളിലുമൊക്കെ വളരെ വിശദമായിട്ട് എഴുതി. ഇതാ ലോകത്തിൻ്റെ മുന്നിൽ ലോകമേ തറവാട് എന്നൊരാശയം ആദ്യമായി ഒരു യുവ സന്യാസി അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങളിത് തിരിച്ചറിയൂ. ഇന്നത്തെയും പല പ്രമുഖ വേദികളിലും വിവേകാനന്ദ സ്വാമികളുടെ ഈ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് പലരും സംസാരിക്കാറുണ്ട്. വിവേകാനന്ദ സ്വാമികളാണ് ലോകത്തോട് ഇങ്ങനൊരു ആശയം ആദ്യമായി പറഞ്ഞത് എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ 5 വർഷം പിറകിൽ 1888 ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെയുള്ള ആ മാവിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ച ഒരു കവിതയുണ്ട്. എന്തായിരുന്നു? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. അതിലും വലിയൊരു ആശയം ആർക്കെങ്കിലും പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അറിയണം. എന്തായിരുന്നു ആ കാലഘട്ടം? ആ കാലഘട്ടത്തോടാണ് ഭഗവാൻ പറഞ്ഞത്, ജാതിയും മതത്തിൻ്റെയും ഭേദമില്ലാതെ എല്ലാവരും
സഹോദരരായി എന്താണ് ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നവരെ പോലെ കഴിയുന്ന ഒരു കാലം വരുമെന്ന് ഭഗവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇത് പ്രചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇത് പറയുവാൻ, ഈ ദർശനം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ അന്ന് ആരുമില്ലാതിരുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഈ വിവേകാനന്ദ സ്വാമികളെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ആളുകൾ സംസാരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കുമാരനാശാൻ ദുരവസ്ഥയിൽ പറയുന്നുണ്ട്, എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി കേരള മാതാവേ നിൻവയറ്റിൽ. ജാതിയിൽ പിറന്നത് താഴ്ന്ന ജാതിയിലായതുകൊണ്ട് മാത്രം തുഞ്ചനും എഴുത്തച്ഛനുമൊക്കെയായി മാറേണ്ട അനേകായിരങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു ആഹ്വാനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അനുഗ്രഹം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു പോയാൽ, ആ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ല പേരുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുവാനുണ്ട്. ഇതിനൊക്കെയുള്ള അവകാശം ആരാണ് നമുക്ക് നേടിത്തന്നത്? ആരാണ്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. ഭഗവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഈ കാണുന്ന ഐശ്വര്യങ്ങളും ക്ഷേമങ്ങളും ഒക്കെ നേടിത്തുന്നത് ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ട് ഒരു ക്ലാസ്സിൽ അശോകൻ സാർ പറഞ്ഞു തന്ന ഏതാനും കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതായത് കോട്ടയത്തുള്ള അമ്മമാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്ക് റൗക്ക ധരിച്ചുകൊണ്ട്, റൗക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ ഇന്നത്തെ അമ്മമാർക്കൊക്കെ അറിയാം. ഇന്നത്തെ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ പുരാതന രൂപമാണ് റൗക്ക എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മേൽവസ്ത്രം ധരിക്കാൻ നമുക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും എല്ലാവരും കൂടി ഈ റൗക്ക ധരിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് ഒരു ചെറിയ ജാഥ സംഘടിപ്പിച്ചു. അങ്ങനെ ജാഥ ആരംഭിച്ചു. അമ്മമാരെല്ലാവരും കൂടെ റൗക്കയൊക്കെ ധരിച്ച് ഒരു ചെറിയ പ്രകടനം പോലെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശവും ആളുകൾ ഇത് വീക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് അവർക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് വരെ വസ്ത്രം ധരിക്കാത്ത കുറേ ആളുകൾ, മേൽവസ്ത്രം ധരിക്കാത്ത കുറേ ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നു. ആളുകളെല്ലാവരും ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കി നിന്നപ്പോൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്ത അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ പെട്ടെന്ന് നാണം വന്നു. അവരെന്ത് ചെയ്തു? പെട്ടെന്ന് ഈ റൗക്ക ഊരിയിട്ട് തോളത്തിട്ട് കൂളായി നടന്നുപോയി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അന്നത്തെ ജാഥയിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർ ഈ ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പിൻതലമുറക്കാരായിരിക്കാം ഇന്ന് ഈ മേൽവസ്ത്രം ധരിക്കാൻ അല്പം മടി കാണിക്കുന്ന ആളുകളെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആ ഒരു കാലഘട്ടം ടി കെ മാധവൻ, അതിസമ്പന്നനായ ടി കെ മാധവൻ്റെ വീട്ടിൽ ഒരിക്കലൊരു സഹോദരിയെ, നമ്മളൊരു സഹോദരിയെ വിളിച്ചിട്ട് വിഭവസമൃദ്ധമായൊരു സദ്യ വിളമ്പിക്കൊടുത്തു. ആ സദ്യ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാതെ ഈ അമ്മ അല്ലെങ്കിൽ ആ സഹോദരി അവിടെ ആ കറികളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ടി കെ മാധവൻ ചോദിച്ചു, അമ്മേ ഇങ്ങനെയല്ല ഈ ഭക്ഷണം കഴിക്കേണ്ടത്. ഓരോ കറികൾ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് സ്വാദറിഞ്ഞ് വേണം ഈ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, സഹോദര ഇത് കഴിക്കുന്നത് പോയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭക്ഷണം കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണിത് ഞാൻ കഴിക്കുന്നത് അറിയുന്നത് എന്ന് പറഞ്ഞ ആ പഴയ കാലഘട്ടം. പകലന്തി വരെ പാടത്ത് പണിയെടുത്ത് വിഷമിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കഞ്ഞി ഇറ്റ് ചോറിട്ട് കഞ്ഞിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കൂട്ടിയിട്ട് അതും വലിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിരുന്ന നമ്മുടെ പഴയ ആളുകൾ. നമ്മുടെ ഭക്ഷണത്തിന് പോലും വളരെ വൈരുദ്ധ്യാത്മകമായ പേരുകൾ നൽകി അധിക്ഷേപിച്ചിരുന്നൊരു കാലഘട്ടം. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കടന്നുപോയി ഇന്ന് നമ്മളുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമായ പൊട്ടിന് അന്ന് പറഞ്ഞിരുന്നത് കമ്പന്തൂറി എന്നാണ് നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ കണ്ടിയപ്പം എന്നൊക്കെയാണ് അന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നതെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ ഈ കാലഘട്ടത്തിലേക്ക് പിടിച്ച് ഉയർത്തുവാൻ നമുക്ക് താങ്ങും തണലുമായി നിന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നയിച്ച ഒരു പട തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു സെറ്റും ആളുകളുടെ സപ്പോർട്ടിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഈ നിലയിൽ എത്തിച്ചേർന്നത് എന്ന് പറയണം. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒരു മഹത് വ്യക്തിത്വമുണ്ട്, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. എല്ലാവർക്കും ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് സിനിമ കണ്ടതോടുകൂടി ഒരുപക്ഷെ എല്ലാവരുടെ മനസ്സിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുണ്ടാകാം. പക്ഷെ ആരായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ? ഇന്ന്
ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേർക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് അറിയുവാൻ സാധിക്കും? നമ്മുടെ മക്കളോടൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ എന്താ പറയുക, AKG ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും, അല്ലേ? EMS നമ്പൂതിരിപ്പാട് ആരാണെന്ന് ചോദിച്ചാൽ പറയും, ജവഹർലാൽ നെഹ്റു ആരാണെന്ന് ചോദിച്ചാൽ പറയും, മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ പറയും. എന്തിന്, കായംകുളം കൊച്ചുണ്ണി ആരാണെന്ന് ചോദിച്ചാൽ പോലും പറയും, അല്ലേ? ആരാണ് കായംകുളം കൊച്ചുണ്ണി? നസീറാണോ? പിന്നെ ആരാണ്? അതെ, ഒരു ഒന്നാം തരം ഒരു കള്ളനായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്? സമ്പന്നരായ ആളുകളിൽ നിന്ന് അവരുടെ സമ്പത്ത് കവർന്നെടുത്തുകൊണ്ട് വന്ന് സാധാരണക്കാരായ ആളുകൾക്ക് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ കായംകുളത്ത് ഒരു ക്ഷേത്രം പോലും ഉണ്ട് എന്നറിയപ്പെടുന്നു. പക്ഷേ ഈ കുറച്ചു കാലം വരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളിൽ ആർക്കും തന്നെ അറിയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? 1852 കല്ലിശ്ശേരി എന്ന സമ്പന്നമായ ഈഴവ തറവാട്ടിൽ ജനിച്ച ഒരു ചുണക്കൂട്ടനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെന്ന് ചോദിച്ചാൽ 1852 മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ച് ശിവപ്രതിഷ്ഠ നടത്തി സകല ജനങ്ങൾക്കും തുറന്നുകൊടുത്ത അതികായനായ പോരാളി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ക്ഷേത്രം പണിത് നൽകി എന്നതുകൊണ്ട് മാത്രം ഒരാളെങ്ങനെ ഒരു ചരിത്ര പുരുഷനാകുന്നു എന്ന്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്തരം ചരിത്രകാരന്മാരെക്കുറിച്ച് ഞാനും നിങ്ങളും പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ല എന്നൊന്ന് ചിന്തിക്കണം. ഇപ്പം നിങ്ങളെല്ലാവരും ടൂറ് പോകുന്ന ആളുകളാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ടൂർ പോകുമ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു കൊട്ടാരമുണ്ട്, അല്ലേ? മാർത്താണ്ഡവർമ്മ കൊട്ടാരം, മാർത്താണ്ഡവർമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന മാർത്താണ്ഡം കൊട്ടാരം. ഈ കൊട്ടാരത്തിലൊക്കെ പോയാൽ നമുക്ക് അവിടെയുള്ള ചുവർ ചിത്രങ്ങളിലൂടെ പല കഥകളും മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ രാജാവ് വേട്ടയ്ക്ക് പോയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ രാജാവ് കുളിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റാണി എഴുന്നള്ളുന്നത് എങ്ങനെയാണ്. ഇത്തരം ചിത്രങ്ങളാണ് അവിടെയുള്ള ചുമർ ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ പുരാണത്തിലെയും ഇതിഹാസങ്ങളിലെയും കഥാപാത്രങ്ങൾ മാത്രം വരച്ചു വെക്കുന്നത്. തിരിച്ച് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ പഴയ സംഘകാല ചരിത്രങ്ങൾ അവിടെയുള്ള ചുമർ ചിത്രങ്ങൾ കാണാം. അതിലെങ്ങനെയാണ് അന്നത്തെ ആളുകൾ എങ്ങനെയാണ് കൃഷി നടത്തിയിരുന്നത്, അന്നത്തെ ആളുകൾ എങ്ങനെയാണ് ജലസേചനം നടത്തിയിരുന്നത്, അവരെങ്ങനെയാണ് ഗ്രാമസഭ കൂടിയിരുന്നത്, അവരുടെ കൂട്ടായ്മ എങ്ങനെയാണോ എന്ന് കാണുന്ന അന്നത്തെ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള വിവിധ ചിത്രങ്ങൾ ആ ചുമർ ചിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ചരിത്രകാരന്മാർ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുവാൻ മനഃപൂർവ്വം മറന്നതിൻ്റെ ഫലമാണ് ഇത്തരം ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വന്നത്. പഴയ MLA മന്ത്രിയുമൊക്കെ ആയിരുന്ന ഗോവിന്ദൻ, ആലുവയിലേക്ക് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് 1940 കാലഘട്ടത്തിൽ അദ്ദേഹം UC കോളേജ്, ആലുവ UC കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അന്നത്തെ ഒരു പുസ്തകങ്ങളിലും പ്രതിപാദിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? ഈ ചരിത്ര പുരുഷന്മാരെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവരുടെയൊക്കെ ചരിത്രത്തിൻ്റെ പുറകെ ഒന്ന് നടന്നു നോക്കണം. അപ്പോഴാണ് ഇവരെ മാറ്റി നിർത്തേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമായിരുന്നു എന്ന സത്യം നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അതിസമ്പന്നമായ ഒരു തറവാട്ടിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച് ഏകദേശം 13 ദിവസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെയും കീഴിലാണ് അദ്ദേഹം വളർന്ന് പഠിച്ചു വരുന്നത്. ആയോധന കലകളും സംസ്കൃത ഭാഷയുമൊക്കെ പഠിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 300 മൂടിലധികം തെങ്ങും തോപ്പും, ഏകദേശം 1000-ലധികം നെൽ വയലുകളും പായ്ക്കപ്പലുകളുമൊക്കെ ഉള്ള വിദേശ രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അന്ന് കയറ്റുമതി നടത്തിക്കൊണ്ടിരുന്ന പായ്ക്കപ്പലുകളുമൊക്കെ ഉള്ള കുടുംബത്തിലെ അംഗമായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ല വസ്ത്രം ധരിക്കുവാനോ നല്ല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനോ അവകാശമില്ല. അപ്പം അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ജാതി ക്രൂരത. ഒരിക്കൽ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എടുത്തു നോക്കിയാലും കേരളത്തിൽ ജാതി ചെയ്തിട്ടുള്ളതുപോലെയുള്ള ക്രൂരത ചെയ്ത ഒരു രാക്ഷസനെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് കുമാരനാശാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കർ തീരുമാനിച്ചു, തങ്ങളുടെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ആരാധന നടത്തുവാൻ ഒരു ക്ഷേത്രം വേണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലും
മംഗലാപുരത്തുമൊക്കെ പോയി ക്ഷേത്ര നിർമ്മാണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതിനുശേഷം വിശദമായിട്ട് അത് പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കണ്ടപ്പോൾ ഒരു ആഢ്യ ബ്രാഹ്മണനാണ് എന്നാണ് അവിടുത്തെ തിരുമേനി മനസ്സിലാക്കിയത്. കാരണം അത്ര ആകാര സൗഷ്ഠമുള്ള അദ്ദേഹത്തെ കണ്ടു. പക്ഷെ അവർക്കൊരു സംശയം, ഒരു നമ്പൂതിരി യുവാവിന് ഇത്ര ആകാര ഭംഗി ഉണ്ടാവുമോ? നല്ല വ്യായാമമൊക്കെ ചെയ്ത് ഉറച്ച ശരീരം. അന്നത്തെ ബ്രാഹ്മൺസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, വയറൊക്കെ വീർത്ത് വല്ലാത്തൊരു കൊലം. അപ്പോഴും അവരാലോചിച്ചു, ചിലപ്പോൾ ഒരുപക്ഷെ നവീന രീതിയിലുള്ള ആയോധനകൾ പഠിച്ച ഒരു ബ്രാഹ്മണ യുവാവാണ് എന്ന് കരുതി വൈക്കത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കി. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ വൈക്കം തന്നെ തിരഞ്ഞെടുത്തത്? അതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് പുറകെ വരാം. കാരണം വൈക്കവും കേരള ചരിത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായം അല്ലെങ്കിൽ ശ്രീനാരായണ സമുദായത്തിന് വൈക്കം ക്ഷേത്രവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുക. കാരണം വൈക്കം ക്ഷേത്രത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചു പോകുമ്പോൾ അതൊരു ബുദ്ധ പള്ളിയായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അങ്ങനെ വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചെന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവിടെ നിന്നുകൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും ക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ദിവസം അവിടുത്തെ ആചാര്യൻ അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, ഒരു അവർണൻ ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുകയും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്താലുള്ള ശിക്ഷ എന്താണ്? അദ്ദേഹം പറഞ്ഞു, 101 പൊൻപണം പിഴയായി നൽകണം, 101 ചാട്ടവാർ അടി ശിക്ഷയായി ഏൽക്കണം. ഇത് കേട്ടപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ തൻ്റെ മടിശീലയിലിരുന്ന 101 പൊൻപണം എടുത്ത് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് കുതിരപ്പുറത്ത് ചാടിക്കയറിയിട്ട് പറഞ്ഞു, ഞാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു അവർണനാണ്. താങ്കൾ പറഞ്ഞ ശിക്ഷ അല്ലെങ്കിൽ 101 അടി വാങ്ങിക്കുവാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ താങ്കൾ പറഞ്ഞ 101 പൊൻപണം താങ്കൾക്കുള്ള ദക്ഷിണയായി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇവരെ അതിശയത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ കുതിരപ്പുറത്തേറി അദ്ദേഹം പാഞ്ഞു പോവുകയും അങ്ങനെ മംഗലത്തെത്തി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് സർവ്വജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്ത ആ ആരാധന പുരുഷനെ നമ്മൾ ഓർക്കണ്ടേ? അല്ലെങ്കിൽ ആ ആരാധ്യ പുരുഷൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കണ്ടേ? അവിടെയും കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ വസ്ത്രമുണ്ടാക്കുവാൻ, അത് പറയുമ്പോഴാണ് നമ്മളെയൊക്കെ ചരിത്രകാരന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു ചരിത്രത്തിലേക്ക് നമുക്ക് എത്തി നോക്കേണ്ടി വരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശ്രീനാരായണീയരുടെ കുലത്തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്തായിരിക്കും? അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഉത്രാടൻ തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സെൻസസ് നടക്കുന്നത്. ആ സെൻസസിൻ്റെ കണക്കെടുക്കുമ്പോൾ ആ സെൻസസിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂറിൽ ഈഴവർ എന്ന് പറയുന്ന ഒരു ജനസമൂഹം താമസിക്കുന്നുണ്ട്. അവരിൽ സംസ്കൃത പണ്ഡിതരും പുരോഹിതന്മാരുമുണ്ട്. അതിൽ 1000 പേരെ എടുത്താൽ അതിൽ 200-ലധികം ആളുകൾ നെയ്ത്ത് തൊഴിലാക്കിയ ആളുകളാണ്. 150-ലധികം വരുന്ന ആളുകൾ സ്വന്തമായി കൃഷിയിടമുള്ള ജന്മികളാണ്, സമ്പന്നരായ ആളുകളാണ്. ഏകദേശം 100-ലധികം സംസ്കൃത പണ്ഡിതരും ആയുർവേദ വൈദ്യന്മാരും ഈ സമുദായത്തിലുണ്ട്. 10 പേർ ചെത്ത് തൊഴിലാക്കിയവരാണ്. പക്ഷെ ഇന്നും നമ്മളെ കുറിച്ച് ചരിത്രം പറയുമ്പം നമ്മുടെ കുലത്തൊഴില് ചെത്താണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുവാനുള്ള ആളുകളുടെ മുന്നിൽ നിന്ന് ധൈര്യം ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇത്തരം പഠന ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളുമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. കിട്ടുന്ന വേദികളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഇന്ന് ഈ ശാഖയിൽ വന്നപ്പോൾ അനുഭവപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള കസേരകൾ ആദ്യമേ തന്നെ നിറഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എവിടെയും ചെന്നാൽ മുന്നിലിരിക്കുവാനുള്ളൊരു മനസ്ഥിതി അത് നമുക്ക് എന്താ പറയുക, ജന്മന കിട്ടിയിട്ടുള്ളതാണ്. അത് ധൈര്യപൂർവ്വം നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പൂർവികർ ഒന്നിനും പിറകിലായിരുന്നില്ല. ആ ചരിത്രം തുറന്നെഴുതിയാൽ അല്ലെങ്കിൽ ആ ചരിത്രം പുറത്തേക്ക് വന്നാൽ പല ആളുകൾക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചരിത്രം മനഃപൂർവ്വം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മൾ കുതിച്ചിറങ്ങണം. വേറൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇപ്പം ഏത് ശാഖയിൽ ചെന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, അവിടെ പുതിയതായിട്ടൊരു തിരുവാതിര കളി സംഘം ഉണ്ടാവും. ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ?
നല്ല കാര്യമാണ്. കാരണം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഒരു എക്സർസൈസാണത്. കാരണം പഴയ നാടൻ കലകൾ പുനരുദ്ധരിക്കുന്നത് വഴി അവർക്ക് സാധാരണ എക്സർസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആരും തയ്യാറില്ല. പക്ഷേ തിരുവാതിര കളിക്കാനോ കൈയൊട്ടിക്കളി കളിക്കാനോ ഒക്കെ വിളിച്ചാൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ചാടി ഇറങ്ങി വരും. പക്ഷേ ഇവിടെ ഒരു പ്രാർത്ഥനാ സംഘമുണ്ടോ, ഒരു ഭജന സംഘം? അതിവിടെ മാത്രം ഒതുങ്ങിപ്പോവാണോ ചെയ്യുന്നത്? ഈ തിരുവാതിര കളിക്കാൻ പോകുന്ന പോലെ വേദികൾ സൃഷ്ടിച്ച് നിങ്ങൾ അവിടെയൊക്കെ എത്തി ഗുരുദേവ കൃതികൾ ചൊല്ലുവാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാകാറില്ല. അതിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഭക്തി നിർഭരവും അർത്ഥസമ്പുഷ്ടവുമായ ധാരാളം കൃതികൾ, ഇന്ന് കണ്ടെടുത്തിയിട്ടുള്ള 64-ൽ പരം കൃതികൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ കൃതികൾ നല്ല ഈണത്തിൽ വളരെ ശ്രുതിമധുരമായി ചൊല്ലുവാൻ കഴിവുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു പരവാസ്തോലി വീട്ടിൽ ചെന്നാലോ ഒരു കല്യാണ വീട്ടിൽ ചെന്നാലോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലെത്തിയാലോ വളരെ വികൃതമായ രീതിയിൽ ഈ കൃതികൾ ചൊല്ലുന്നതാണ് നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാകുന്നില്ല, ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ശാഖകളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനാ സംഘങ്ങൾ ഉണ്ടാവുകയും നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന വിവാഹത്തിലും അല്ലെങ്കിൽ പെരവാസ്തോലിയിലും മരണ ചടങ്ങുകളിലുമൊക്കെ വളരെ അർത്ഥം തിരിച്ചറിയുന്ന രീതിയിൽ ശ്രുതിമധുരമായി ഈ കൃതികൾ പകർന്നു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലിക്കേൾക്കുന്ന മറ്റ് ആളുകളുടെ മനസ്സിലേക്ക് ഈ കൃതികൾ ഇങ്ങനെ കടന്നു ചെല്ലുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ഈ കൃതികളുടെ രൂപത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവർ വീട്ടിലിരുന്ന് ചിന്തിക്കും, ഭഗവാൻ അവർ ചൊല്ലിയ ആ ശിവഭക്തിഗാനം, അല്ലെങ്കിൽ അവർ ചൊല്ലിയ ദേവി ഭക്തിഗാനം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ശ്ലോകം, എത്ര രസമാണത് കേൾക്കാൻ. സ്വാഭാവികമായിട്ടും അത് പഠിക്കുവാനുള്ളൊരു മനസ്ഥിതി അവരുടെയൊക്കെ മനസ്സിലേക്ക് എത്തിച്ചേരും. അവരത് പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആഴത്തിൽ ഇറങ്ങി ചെല്ലും. ഇതാരാ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഒരു കടമയായിട്ട് മാറണം. അപ്പോൾ ഈ തിരുവാതിര സംഘങ്ങളും കൈകൊട്ടിക്കളി സംഘങ്ങളും ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളെയും നമ്മുടെ അമ്മമാരെയും ചേച്ചിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനാ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കിട്ടുന്നത്ര വേദികളിലൊക്കെ, ഇന്ന് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ചെന്ന് നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ ടീമിൻ്റെ കൈകൊട്ടിക്കളി വെച്ചോട്ടെ അല്ലേ? അത് ചോദിക്കാതെ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഭജന, ഞങ്ങളുടെ അമ്മമാരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഈ ഗുരുദേവ കീർത്തനങ്ങളുടെ ആലപിക്കുവാൻ ഒരു അവസരം തരുമെന്ന് നിങ്ങൾ ചോദിച്ചു തുടങ്ങുക. നമ്മളെ മാറ്റി നിർത്തുവാൻ ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും നമ്മളെ മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു നമ്മുടെ പിതാമഹന്മാരെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇത്തരം രംഗങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഇത്തരം അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവരുടെയൊക്കെ മനസ്സിലേക്ക് ശ്രീനാരായണ ദർശനത്തെ ആവാഹിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ഭഗവാൻ പറഞ്ഞ 100 വർഷം കടന്നു വരുന്നു, ഒരു 100 വർഷം കഴിഞ്ഞോട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ലക്ഷ്യത്തിലൂന്നിക്കൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഈ അടുത്ത് കേട്ട ഒരു കഥ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒരു കൃഷിക്കാരൻ, ഗോതമ്പ് കൃഷിക്കാരനാണ്. അയാൾക്കാണ് എല്ലാ വർഷവും ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇതുപോലെയുള്ളൊരു സദസ്സിൽ വിളിച്ചു വരുത്തി ആദരിക്കുമ്പോൾ അദ്ദേഹം അവിടെയുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യും, കൊടുക്കും, വിതരണം ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളിത് കൊണ്ടുപോയി കൃഷി ചെയ്തോളൂ. അതേ സാധനം തന്നെയാണ് അദ്ദേഹവും കൃഷി ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം നല്ല വിളവ് ലഭിക്കുന്നുണ്ട്, മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, അങ്ങാണ് നല്ലൊരു കർഷകൻ, പക്ഷെ അങ്ങയുടെ കയ്യിലിരിക്കുന്ന നല്ല വിത്തുകൾ മറ്റുള്ളവർക്കൂടെ വിതരണം ചെയ്താൽ അങ്ങയുടെ ഈ സ്ഥാനം നശിച്ചു പോവില്ലേ? അപ്പോഴദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഗോതമ്പ് പരാഗണം നടത്തുന്നത് കാറ്റ് വഴിയാണ്.
അപ്പം ഈ കാറ്റ് വഴി പൂമ്പൊടിയെ കാറ്റിങ്ങനെ ആവാഹിച്ചുകൊണ്ട് പരാഗണം നടത്തുമ്പോൾ എൻ്റെ അടുത്തുള്ള വയലുകളിലെ വിത്തുകൾ മോശം വിത്തുകളാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ കൃഷിയെ അത് ബാധിക്കും. അപ്പം എന്തു ചെയ്യും? എൻ്റെ കൃഷിയും മോശമായി പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള നല്ല വിത്തുകൾ ആർക്ക് കൊടുക്കുന്നത്? മറ്റ് കൃഷിക്കാർക്കും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല വിളവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ കൃഷിയും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അനീഷിനോട് ചോദിച്ചപ്പോൾ ഏകദേശം 200-ലധികം വീട്ടുകാർ ഉള്ള ശാഖയാണെന്ന് പറഞ്ഞു. അതിനു മുമ്പുള്ള ശാഖകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു 4 ശാഖ വേറെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു 1500 വീട്ടുകാരുണ്ട്. പക്ഷേ ഓതറയിലെ ഈ ശാഖക്കാർ മാത്രം ഈ ക്ലാസ്സുകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ കുശുമ്പ് കാണിക്കുകയാണ്. നിങ്ങൾ അവരെയും വിളിക്കണം, നിങ്ങൾ ക്ഷണിക്കണം. അപ്പുറത്തുള്ള ശാഖയിലെ ആളുകളെ കൂടെ വിളിച്ചിട്ട് അവരെ കൂടെ ചേർക്കണം. അവർ കൂടി ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. അവരുടെ മനസ്സുകളിലേക്കും ശ്രീനാരായണ ദർശനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ എത്തിച്ചേരണം. അപ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. ആ ഒരു കൂട്ടായ്മ സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നതാണ് അല്ലേ. നമുക്കത് മനസ്സിലായില്ല. ആ കാലഘട്ടത്തിൽ ഭഗവാൻ ഇത് ഉപദേശിച്ചിട്ട് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഏകദേശം 1990 കാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ എന്നും പറഞ്ഞ് നടന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ട്. അപ്പോൾ അവർ ഒരു കവിത ചൊല്ലുമായിരുന്നു. പട്ടിണിയായ മനുഷ്യാമി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കതു പുസ്തകമെന്നതും ഓർത്തോളൂ. അക്ഷരമെന്നാൽ അറിവല്ല, അറിവിൻ്റെ രക്ഷാകവാടമാണെന്നുള്ളതോർക്കുക. പട്ടിണിയായ മനുഷ്യാ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കതു പുസ്തകമെന്നതും ഓർത്തോളൂ. അക്ഷരമെന്നാൽ അറിവല്ല, അറിവിൻ്റെ രക്ഷാകവാടമാണെന്നുള്ളതോർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞതാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടിച്ച് ശക്തരാകുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു തന്നതിനപ്പുറം ഇവിടെ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ കഷ്ടകാലം കൊണ്ടോ നമ്മുടെ നിർഭാഗ്യം കൊണ്ടോ ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ അഹങ്കാരം കൊണ്ടോ അതൊന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന പഴയ വിഷയത്തിലേക്ക് തന്നെ പോവാം. നല്ല വസ്ത്രം ധരിക്കുവാൻ അവകാശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അതിസമ്പന്നയായ ഒരു ഈഴവ തറവാട്ടിലെ യുവതി നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, മുട്ട് താഴത്തേക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പത്തിയൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടെയുള്ള സവർണ മാടമ്പികൾ ആ സ്ത്രീയെ അപമാനിക്കുകയും അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും അവരുടെ മേൽവസ്ത്രം വലിച്ചു കീറി അവരെ അധിക്ഷേപിച്ച് ഉപദ്രവിക്കുന്ന വിവരം ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അറിഞ്ഞു. അദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന ഈ ആക്രമികളെ അടിച്ചോടിക്കുകയും അതിനുശേഷം നമ്മുടെ ആളുകളുടെ വീടുകളിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കെല്ലാവർക്കും മേൽവസ്ത്രവും കീഴ്വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം നടത്തണം, അതുകൊണ്ട് നിങ്ങളുടെയിലുള്ള മുണ്ടുകൾ എനിക്ക് തരണം, പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ ആരും കൊടുത്തില്ല. കാരണം അവർക്ക് പേടിയാണ്, തമ്പ്രാക്കന്മാർ അവരെ ഉപദ്രവിച്ചാലോ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അവിടെ നിന്ന് മാർത്താണ്ഡത്ത് ചെന്ന് അവിടെ നിന്ന് മല്ലുകണക്കിന് മുണ്ടുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് മുറിച്ച് മേൽവസ്ത്രവും ഈ താഴത്തേക്കുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ട് അമ്മമാർക്കും സഹോദരിമാർക്കും കൊടുത്തിട്ട് അതുവഴി ഒരു പ്രകടനം തന്നെ നടത്തി. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ എതിരിടുവാൻ അന്നത്തെ മാടമ്പികൾക്ക് സാധിക്കാത്തതുകൊണ്ട് അവരാരും തന്നെ അടുത്തു വന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇനി വസ്ത്രം ധരിച്ചുകൊണ്ട് ധൈര്യമായി നടന്നുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം മറ്റൊരു സംഭവം നടന്നു. ഇന്ന് നമുക്കൊക്കെ മൂക്കുത്തി അല്ലേ, മൂക്കുത്തി എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ പെൺകുട്ടികൾക്കൊരു പാഷനാണ്. ഈ മൂക്കുത്തി ധരിക്കുവാൻ നമുക്ക് അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഈഴവ സഹോദരി പന്തളം മാർക്കറ്റിലൂടെ മൂക്കുത്തി ഇട്ടുകൊണ്ട് നടന്നപ്പോൾ സവർണ ഭീകരന്മാരും അവരുടെ മാടമ്പി ഗുണ്ടകളും കൂടെ ചേർന്നുകൊണ്ട് ഈ സ്ത്രീയുടെ മൂക്കുത്തി വലിച്ചു പറിച്ചെടുക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പാഞ്ഞെത്തി അവരെയൊക്കെ അടിച്ചോടിച്ചിട്ട് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണച്ചേനയിൽ നിന്ന് 100 കണക്കിന് മൂക്കുത്തികൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കൊടുത്തിട്ട് പന്തളത്തിലൂടെ ഒരു ഗംഭീര പ്രകടനം നടത്തി.
ഇനി ധൈര്യമായിട്ട് നിങ്ങൾ മൂക്കൂത്തിയിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ അപമാനിച്ചവർ, അവർ ഈ സ്ത്രീയുടെയൊക്കെ മാപ്പ് പറയാതെ ഞങ്ങൾ ആരും തന്നെ പാടത്തും പറമ്പിലും പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞു. പണിയെടുത്ത് ശീലമില്ലാത്തവരാണെങ്കിലും സവർണർ പറഞ്ഞു, അങ്ങനെ ഒരു അവസരമുണ്ടായാൽ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ നല്ല തടിമാടന്മാരെ കൊണ്ടുവന്ന് പണിയെടുക്കും. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരിക. അങ്ങനെ വരുന്ന ഒരാൾ പോലും ഇവിടെ നിന്ന് നടന്നു പോവില്ല, മുട്ടിലിഴഞ്ഞേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ തിരിച്ചറിയാവുന്ന ഒരാളും തന്നെ വന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. സമരം തീരണമെങ്കിൽ ഇവർ മാപ്പ് പറഞ്ഞേ പറ്റൂ. പണിയെടുത്ത് ശീലമില്ലാത്ത സവർണർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അടുത്തെത്തി ഈ സ്ത്രീയുടെ മുന്നിൽ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ അന്നും നമ്മുടെ ആളുകൾ പണിക്കിറങ്ങിയത്. സത്യത്തിൽ അതാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾക്കൊക്കെ വിഷമം തോന്നേണ്ട കാര്യങ്ങൾ. അങ്ങനെ കാലം കഴിഞ്ഞുപോയി. പിന്നെയും ഈ ജാതി കുശുമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇടപ്പള്ളി രാജാവിൻ്റെ മരുമകൻ രാമൻ മേനോൻ, ഇവരൊരു പാടവരമ്പത്തുകൂടി നടന്നു പോകുമ്പോഴെതിരായിട്ട് രാമൻ മേനോൻ പല്ലക്കിൽ ഇങ്ങനെ കടന്നു വരുന്നു. ഹോയ് ഹോയ് വിളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ആളുകൾ മാറി നിൽക്കണം. പക്ഷെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ മാറിയില്ല. അദ്ദേഹം തിരിച്ച് ഹോയ് ഹോയ് വിളിച്ചുകൊണ്ട് ചെന്നു. ഉടനെ ഇവരുടെ കിങ്കരന്മാർ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ആക്രമിച്ചു. കായികാഭ്യാസിയായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവരെയൊക്കെ അടിച്ച് നിലംപരിശാക്കി. ഈ രാമൻ മേനോൻ, പല്ലക്കിൽ നിന്ന് ഇറങ്ങി വന്ന അഭ്യാസിയായ രാമൻ മേനോൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരോട് ഏറ്റുമുട്ടുകയും അവസാനം അയാളെ വലിച്ചു വാരി അടുത്തുള്ള പാടശേഖരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. വിവരം ഇടപ്പള്ളി രാജാവ് തിരുവിതാംകൂർ രാജാവിനെ അറിയിച്ചു. രാജാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ജയിലിൽ അടച്ചു. അങ്ങനെ അദ്ദേഹം ഏകദേശം 2 വർഷം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തെ വളരെ ആർഭാടപൂർവ്വം ആളുകളുടെ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മുറജപം നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ തിരുവിതാംകൂർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ആ മുറജപത്തിൽ പങ്കെടുക്കുവാൻ സാളഗ്രാമവുമായി വന്ന നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് കടൽ കൊള്ളക്കാർ ആ സാളഗ്രാമം അടിച്ചു മാറ്റി. രാജാവ് രാജകിങ്കരന്മാരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് കണ്ടെത്തുവാൻ അയച്ചുവെങ്കിലും ഒരാൾക്കും അത് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവസാനം അവിടെ ഒരു ചർച്ച വന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ സമീപിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇത് നമുക്ക് ചെയ്തു തരും. അങ്ങനെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ വിവരം അറിയിക്കുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഈ കൊള്ളക്കാരെ കണ്ടുപിടിക്കുകയും രാജാവിനെ സാളഗ്രാമം തിരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ആറാട്ടുപുഴ വേലായുധനെ പണിക്കർ സ്ഥാനവും പട്ടും വളയും നൽകി രാജാവ് അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത്. അങ്ങനെ ആറാട്ടുപുഴ വേലായുധൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരായി. അവിടെയും എന്തുകൊണ്ടോ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നമ്മളും മനഃപൂർവ്വം മറന്നില്ല എന്നുകൊണ്ട് മറ്റൊരു ഉദാഹരണം. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വാരണപ്പള്ളി തറവാട്ടിൽ പോയിട്ടുണ്ടല്ലേ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപരിപഠനം നടത്തിയ തറവാടാണ്. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് കാണാം, ഒരു സുഷിരം കാണിച്ചിട്ട് പറയും ഇത് അല്ലേ, ആ കഥ കേട്ടിട്ടുള്ളതല്ലേ? അവിടുത്തെ തറവാടിൻ്റെ ആ മെയിൻ ഡോറിൻ്റെ സൈഡിലൊരു സുഷിരമുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പണ്ട് കായംകുളം കൊച്ചുണ്ണി അവിടുത്തെ കാരണവരെ വെല്ലുവിളിച്ചു, ഞാൻ അങ്ങയുടെ വീട്ടിൽ മോഷണത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം അടച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി വെക്കുന്നു. ആ ഹോൾ വെച്ച് തുറന്നകത്ത് കയറുമ്പോൾ ഈ അവിടുത്തെ കാരണവരെ അദ്ദേഹത്തിനെ പിടിക്കുകയും ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതിൻ്റെ സ്മരണകൾ അവിടെയുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ വാരണപ്പള്ളി തറവാട്ടിലെ കാരണവരുടെ പുത്രിയായ വെളുമ്പിയെയാണ് ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ വിവാഹം കഴിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അവിടെ പോയപ്പോൾ ഈ ചരിത്രം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സമ്പത്തിൻ്റെ വലിപ്പം കാണിക്കുന്ന ഒരു ചരിത്രം പോലും കഥയിൽ പറയുന്നുണ്ട്. കഥയല്ല, ആ ചരിത്രത്തിൽ പറയുന്നത് ഈ പത്തിനാഥ പണിക്കരുടെ പെങ്ങളായ ഈ വെളുമ്പിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇടയ്ക്ക് സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സൗന്ദര്യപ്പണക്കമുണ്ടായി ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ അപമാനിക്കുവാൻ വേണ്ടി പത്തിനാഥ പണിക്കർ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ നെല്ലിൻ്റെ പതിരാക്കിയ ഉമിയുടെ മേളിൽ കയറി നിന്നാൽ കല്ലിശ്ശേരി തറവാട് കാണാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു സ്വർണ്ണ ചേന കൊടുത്തു വിട്ടിട്ട് പറയുന്നുണ്ട്, അളിയോ വീട്ടിൽ ഇതുപോലത്തെ ഒരു 10-20 എണ്ണം ഉണ്ടളിയോ എന്ന് പറയുന്നത്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ആ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഒരിക്കൽ കൊല്ലത്തേക്ക് കണ്ടുവെച്ച വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധുവായി മതം മാറിയ തൊപ്പിയിട്ട കിട്ടൻ എന്ന് പറയുന്നയാൾ രാത്രി ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തിൽ കയറുകയും ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുകയും അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയാകുകയും ചെയ്യുകയാണ്. ആ കടാരയുമായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഈ വന്ന തൊപ്പിയിട്ട കിട്ടനും ആളുകൾ കായംകുളം കായലിൽ ചാടി രക്ഷപ്പെട്ടു പോയി. പിന്നെ അയാൾ നാട് വിട്ടുപോയി എന്നൊക്കെയാണ് കഥ പറയുന്നത്. അയാളെ പിന്നീട് കണ്ടിട്ടില്ല. ഒരു ശല്യം ഒഴിഞ്ഞു എന്ന് കണ്ടുകൊണ്ട് അവർണർ പിന്നെ ആ ചരിത്രത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യമുണ്ടോ നിർഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ തറവാട് മംഗലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
അവിടെ പോകുവാൻ എനിക്കും കുടുംബത്തിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ആ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, ആ ചരിത്ര പുരുഷനെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ, ഇവരെയൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നില്ല എന്ന് ഓർക്കുമ്പോൾ മനസ്സ് തിളക്കാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വേദികളിലേക്ക് ഇത്തരം ചരിത്ര പുരുഷന്മാർ നിറഞ്ഞു നിൽക്കണം. ഇതാ ഈ കാണുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഭിത്തികളിലൊക്കെ നമ്മുടെ നായകന്മാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകണം, ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ പല തറവാടുകളിൽ ഇരിക്കുമ്പോൾ ഇതാരാണ് എന്ന് ചോദിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഇന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ സർവേശ്വരനാണ് എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മുടെ ആളുകൾ പ്രയത്നിച്ചതുപോലെ അതിനുവേണ്ടി പടപൊരുതിയ ഓരോ മഹാരഥന്മാരുടെയും ചിത്രങ്ങൾ ഈ കാണുന്ന ഭിത്തികളിലൊക്കെ നിറച്ചു വെച്ച് അവരുടെയൊക്കെ ഓരോ ജന്മദിനങ്ങളും അവരുടെയൊക്കെ ചരമദിനങ്ങളുമൊക്കെ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ ആചരണപൂർവ്വം നമ്മൾ ആചരിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണിത്. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് നമ്മുടെ ആളുകൾ ഓർത്തിരിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും അങ്ങനെയുള്ള ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് യാറാട്ടുപുഴ വേലായുധ പണിക്കരെ സന്ദർശിക്കുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഭഗവാന്റെ സതീർത്ഥ്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മരുത്വാമലയിലെത്തി തപസ്സനുഷ്ഠിച്ച് ഈശ്വര തുല്യനായി തീർന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇന്നത്തെ അല്ലെങ്കിൽ ഭാരതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർഷ ഭാരത സംസ്കാരം എന്നാണ് പറയുന്നത് അല്ലേ. ധാരാളം ഋഷിവര്യന്മാർക്ക് ജന്മം നൽകിയ ഭാരതഭൂമിയിൽ ഭഗവാനെ പോലെ അനേകായിരം ഋഷിമാരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഈശ്വര സാക്ഷാത്കാരം നേടിയതിന് ശേഷം ഏതെങ്കിലും ഗുഹയിലോ ഏതെങ്കിലും കാനന മധ്യത്തിലോ ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിച്ച കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു? മരുത്വാമലയിൽ നിന്നും നോക്കുമ്പോൾ മണ്ണിനും പെണ്ണിനും ജാതിക്കും മതത്തിനും വേണ്ടി ഒരു ഘട്ടം ആളുകൾ തല്ലി മരിക്കുന്നത് കണ്ട ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നു. അരിവുപ്പുറത്തെത്തിയ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഒരു ചെറിയ യോഗമൊക്കെ ഉണ്ടാക്കി, ചെറിയൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി, അവിടെ കർത്തവാവിൻ്റെ അന്ന് ബലിയിടുവാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ ഭഗവാന്റെ ബന്ധു കൂടിയായ പുലിവാതിക്കൽ വേലായുധൻ വൈദ്യൻ്റെ വീട്ടിലേക്ക് ഒരു സന്ധ്യാസമയത്ത് ഭഗവാൻ കയറി ചെല്ലുമ്പോൾ പുലിവാതിക്കൽ വേലായുധൻ പറയുന്നു, ഭഗവാനെ, ഞാൻ അടുത്തുള്ള ആങ്കോട്ട് ശിവക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുവാൻ പോവുകയാണ്, നാം കൂടെ വരട്ടെ? സന്തോഷം. അങ്ങനെ ഭഗവാനും ഈ പുലിവാതിക്കൽ വേലായുധനും കൂടി ആങ്കോട്ട് ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധന തൊഴുത് നിൽക്കുന്നു. അന്ന് വളരെ ദൂരത്ത് നിന്ന്, അതായത് അങ്ങ് ദൂരെ ഒരു വെളിച്ചം മാത്രം കാണുന്ന തീണ്ടപ്പാട് അകലെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തിരുമേനി പ്രസാദമായിട്ട് വന്നിട്ട് പ്രസാദം ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു ഗോൾ കീപ്പറുടെ ലാഘവത്തോടുകൂടി നമ്മുടെ അദ്ദേഹത്തിന് തോളത്ത് കിടന്ന് തോർത്തെടുത്ത് ഈ ചന്ദനം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നൊരു വിശേഷമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഓടിച്ചെന്ന് 1000-ഉം 10,000-ഉം ഒക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പണം മാത്രം എടുത്തുകൊണ്ട് ഈ പ്രസാദം എറിഞ്ഞു തരുന്ന ഈ കാഴ്ച കണ്ടിട്ട് ഭഗവാൻ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ ചുറ്റുവട്ടത്തുകൂടി ഒരു പട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. ഭഗവാൻ ചിന്തിച്ചു, ശ്രേഷ്ഠ ജന്മമായ ഒരു മനുഷ്യന് കടന്നെത്താൻ പറ്റാത്ത സ്ഥലത്തിൽ അതാ ഒരു മൃഗം നടന്നു പോകുന്നു, ഇതിനൊരു അറുതി വരുത്തണ്ടേ? ദീപാരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, വേലായുധ, നമുക്കും ഒരു ക്ഷേത്രം പണിതാലോ? അപ്പോൾ വേലായുധൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ വളരെ നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ശിവരാത്രി നാളിൽ എല്ലാവരോടും കൂടി അരിവുപ്പുറത്ത് എത്തിച്ചേരുവാൻ പറയൂ. അങ്ങനെ ശിവരാത്രി നാളിൻ്റെ തലേ ദിവസം എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അവിടെ ചെറിയ ഒരു പാറയുടെ പുറത്ത് ചെത്തിമിനുക്കി ഒരു ചെറിയ തോരണമൊക്കെ കെട്ടി കുരുത്തോലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കാണുന്നില്ല. ആളുകൾ ഭജന പാടിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. തീപ്പന്തങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. ആളുകൾ എല്ലാവരും അവിടെ നിന്നുകൊണ്ട് നമശിവായ മന്ത്രം ജപിക്കുന്നു. ഭഗവാൻ അവിടെയുള്ള ചെറിയൊരു കുടിലിൽ ഇരുന്നു കൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. ഭഗവാൻ ജ്വലിച്ചു നിൽക്കുന്നൊരു സൂര്യനെ പോലെ അവിടെ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. സമയം ഏകദേശം 12:30 സമയമായപ്പോൾ ഭഗവാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആളുകൾ ഭഗവാനെ പിന്തുടർന്നു. ഭഗവാൻ അടുത്തുള്ള ആറ്റിലെ ശങ്കരൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് നിന്നു. ശങ്കരൻകുഴിക്ക് അന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പോലെയല്ല, വളരെ ഗാധമായ ചുഴികളുള്ള ഒരു ഗർത്തം പോലെയാണ് അന്നത്തെ ആ ശങ്കരൻകുഴിയുടെ അവസ്ഥ. അതിലേക്ക് മൃഗങ്ങളോ മനുഷ്യരോ ഒന്നും പോയാൽ തിരിച്ചു വന്നതായിട്ട് അനുഭവമില്ല. പക്ഷെ അവിടെ എത്തി അല്പനേരം പ്രാർത്ഥനാ നിരതനായി നിന്ന ഭഗവാൻ പതിയെ ആ ശങ്കരൻകുഴിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ആളുകൾ പ്രാർത്ഥനയോടുകൂടി നിന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഭഗവാനെ കാണാതെ വന്നപ്പോൾ കൂടി നിന്നവരുടെ പ്രാർത്ഥന നമശിവായ 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 മന്ത്രങ്ങൾ പതിയെ കരച്ചിലിലേക്ക് വഴിമാറുന്നു. തങ്ങളുടെ എല്ലാമായ ഭഗവാനെ കാണുന്നില്ല.
അങ്ങോട്ട് എടുത്തു ചാടുവാൻ ഞങ്ങൾക്ക് ആർക്കും തന്നെ ധൈര്യവുമില്ല. പെട്ടെന്നതാ നെഞ്ചോടടുക്കി പിടിച്ചൊരു വിഗ്രഹവുമായി ഭഗവാൻ പതിയെ ഉയർന്നു വരികയാണ്. ഉയർന്നെത്തിയ ഭഗവാൻ പതിയെ ആ വിഗ്രഹവുമായി നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന ആ പാറയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. ഏകദേശം 3:30 മണി സമയമായപ്പോൾ ഭഗവാൻ ഇങ്ങനെ നെഞ്ചോടടുക്കി പിടിച്ചിരുന്ന ആ വിഗ്രഹത്തിലേക്ക് ഭഗവാന്റെ കണ്ണിൽ നിന്ന് തുടുതുടെ കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കണ്ണുനീരുകൊണ്ട് ഭഗവാൻ ആ വിഗ്രഹത്തെ എന്താ പറയുക, ആ വിഗ്രഹം കഴുകി ഉണക്കിയെടുക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ പെട്ടെന്നൊരു ശക്തമായ പ്രകാശമുണ്ടാകുകയും ആ സമയത്ത് ആ പാറയിലേക്ക് ഭഗവാൻ ആ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യും. കല്ലിനോട് ഉരുകിച്ചേർത്ത ആ വിഗ്രഹം ഇന്നും ഒരു അഷ്ടബന്ധത്തിൻ്റെയും സഹായമില്ലാതെ ഭഗവാൻ പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠ ഇന്നും നമ്മളുടെ മുന്നിൽ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു. എപ്പോഴും ഭഗവാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വിശ്വാസമുണ്ടോ? ആ വിശ്വാസം ഈ പാറ പോലെയായിരിക്കണം. പാറയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലേ, പത്രോസേ നീ പാറയാകുന്നു, ആ പാറപ്പുറത്ത് നീ പള്ളി പണിയണം എന്ന് പറഞ്ഞാൽ പാറയുടെ മേളിൽ പള്ളി പണിയണമെന്നാണോ? അത്ര ശക്തമായ പാറ പോലെ ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് എന്നൊരു സൂചനയാണ് ഭഗവാൻ ആ പ്രതിഷ്ഠയിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവാന്റെ പ്രതിഷ്ഠയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു നോക്കിയേ. നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നത് നാമരൂപ ഗന്ധരഹിതനാണ്, അല്ലേ? നാമരൂപ ഗന്ധരഹിതനാണ്. പക്ഷെ എന്തിനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ശിവപ്രതിഷ്ഠ നടത്തി തന്നത്? ഭഗവാൻ അറിയാം, മനുഷ്യൻ ആദ്യം വേണ്ടത് അറിവാണ്. അറിവിലൂടെ മാത്രമേ അവനെ കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ മനസ്സിലേക്ക് അറിവ് പകർന്നു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിയുടെ ചുവട് പിടിച്ച് മാത്രമേ മനുഷ്യനിലേക്ക് അറിവുകൾ പകർന്നു കൊടുക്കുവാൻ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാൻ അറിവിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് ശിവപെരുമാളെ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത്. പതിയെ പതിയെ ആലുവ അദ്വൈതാശ്രമത്തിൽ എത്തുമ്പോഴോ ഒരു പ്രതിഷ്ഠയുമില്ല, പറഞ്ഞു തന്നു അത് നീ തന്നെയാണ് അദ്വൈതം. ആ ഒരു ദർശനം നമ്മളിലേക്ക് പകർന്നു തന്ന ഭഗവാൻ നമ്മളെ പതിയെ പതിയെ ഒരു പിഞ്ചുകുട്ടിയെ കൈപിടിച്ചുയർത്തി പിച്ച വെപ്പിച്ച് നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നത് പോലെ ഒരു മനുഷ്യ മനസ്സുകളിലേക്ക് നല്ല ഭക്തിയുടെ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി ഭഗവാൻ പിടിച്ചുയർത്തി നമുക്ക് നാമരൂപ ഗന്ധരഹിതനായ ഈശ്വരനെ കാണിച്ചു തരുന്ന ലെവലിലേക്ക് നമ്മളെ പിടിച്ചുയർത്തി സഗുണ ആരാധനയിലൂടെ നിർഗുണ ആരാധനയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ ഭഗവാന്റെ ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ. അല്ലെങ്കിൽ ഒരാൾ മാജിക്ക് കാണിക്കുന്ന പോലെ, നമ്മുടെ സാമ്രാജ്യമൊക്കെ കാണിക്കുന്ന പോലെ കൈ ഇങ്ങനെ വീശുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നെല്ലാം മാറുന്ന രീതിയിലായിരുന്നില്ല. പതിയെ പതിയെ ഒരു തൈ നട്ട് കുഴിച്ചിട്ട് അതിന് മുള വരുത്തി അതിന് വേണ്ട വളം കൊടുത്ത് വളർത്തി 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 പടർന്ന് പന്തലിച്ചൊരു വൻ വൃക്ഷമാക്കി മാറ്റുന്നത് പോലെയായിരുന്നു ഭഗവാൻ നമ്മളിലേക്ക് പരിവർത്തനമുണ്ടാക്കിയത്. ഭഗവാന്റെ ശിഷ്യന്മാരിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് നോക്കുക. ഈ ക്ഷേത്ര പ്രതിഷ്ഠകളിലേക്ക് മാറിയിട്ട് നമ്മൾ ശിഷ്യന്മാരിലേക്ക് കടന്നു ചെന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് അഗൈതവമായ ഭക്തി മാത്രമുള്ള ഭൈരവൻ ശാന്തിക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പരബ്രഹ്മസ്വരൂപനാണ് എന്നൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തുടങ്ങുന്ന ശിഷ്യന്മാരിലൂടെ ഈ ലോകത്തിലെ സർവചരാചാരങ്ങളെക്കുറിച്ചും വിശദമായിട്ട് സംസാരിക്കുവാൻ കഴിവുള്ള മഹാപണ്ഡിതനായ നടരാജ ഗുരു വരെയുള്ള ശിഷ്യന്മാർ ഭഗവാന്റെ കൃതികളിലൂടെ കടന്നുപോയിക്കേ. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി ഭഗവാൻ എഴുതി കൊടുത്ത ദൈവദശകത്തിൽ തുടങ്ങി ഈ പ്രപഞ്ചത്തിന്റെ സർവ്വ രഹസ്യങ്ങളും അടങ്ങുന്ന ദർശനമാല വരെയുള്ള കൃതികൾ ഭഗവാൻ നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അതായത് പാമരന്മാരിൽ തുടങ്ങി മഹാപണ്ഡിതന്മാർ വരെയുള്ള ആളുകളോട് അതേ ലെവലിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഉന്നമനത്തിന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് കടന്നു പോവുകയാണ് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായി മാറണം. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഈ അടുത്ത് ഒരു പ്രഭാഷകൻ പറയുകയുണ്ടായി, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുവാൻ 10,000 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് വേണ്ടിയിട്ട് മരിക്കുവാൻ 1000 പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ, ശ്രദ്ധിക്കണം, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ 100% പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് മാത്രമേ സാധിക്കൂ. പക്ഷേ
ഭഗവാൻ നമ്മളോട് ഉപദേശിച്ച, ഭഗവാൻ നമുക്ക് പകർന്നു തന്ന എത്ര കാര്യങ്ങളിലേക്ക് നമുക്ക് അടുക്കുവാൻ ശ്രമിക്കാം. അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. ഇന്ന് താഴെ നിലയിൽ നിന്ന് അങ്ങ് സർക്കാർ തലങ്ങളിൽ വരെ ശ്രീനാരായണ ഗുരു ദർശനം ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 2014 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വിശിഷ്ട കൃതിയുടെ 100-ാം വർഷം ആഘോഷിച്ചു. ഏതായിരുന്നു? നമ്മളൊക്കെ പോയി ഗിന്നസ് റെക്കോർഡിലെക്കാൻ വേണ്ടിയിട്ട് ശിവഗിരിയിലൊക്കെ പോയി എഴുതി. ഏതായിരുന്നു? ദൈവദശകം, അല്ലേ? ദൈവദശകത്തിൻ്റെ 100 വർഷം ആഘോഷിച്ചു. അതേ വർഷം തന്നെ ഒരു കൃതിയുടെ കൂടെ 100 വർഷം തികയുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു അറിയാമോ? അനുകമ്പ ദശകം. എന്തുകൊണ്ടത് ചർച്ചയായില്ല? അത് ചർച്ചയായ വിഷയമാണ്. അപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. 2016 ഭഗവാന്റെ ജാതിയില്ലാ വിളംബരത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു, അല്ലേ? അതും ഗംഭീരമായിട്ട് സർക്കാർ തലത്തിൽ ആ സമയത്ത് ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഫ്ലെക്സിൽ എഴുതി വെക്കുന്ന കാണാം. ഭഗവാൻ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജാതിയില്ലാ വിളംബരം അയ്യപ്പൻ എഴുതി കൊടുത്തതൊക്കെ വിശദമായിട്ട് എഴുതിയിട്ട് നാരായണ ഗുരു എന്നുള്ള ഒപ്പുണ്ട്, ഇല്ലേ? ആ വർഷം മറ്റൊരു വിളംബരത്തിൻ്റെ 100-ാം വർഷമായിരുന്നു. ഏതായിരുന്നു അറിയാമോ? മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, മദ്യവർജനത്തിൻ്റെ 100-ാം വർഷമായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും പരസ്യം കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് എനിക്കോ നിങ്ങൾക്കോ മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഈ ലോക നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് പാർഷ്യാലിറ്റി വെക്കാതെ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം എടുത്ത് പ്രയോഗിക്കാതെ, ഭഗവാൻ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും, അത്തരം വേദികളിലേക്ക് കടന്നെത്തി നമ്മുടെ ഈ ദർശനത്തിൻ്റെ മഹിമ അവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുവാനും ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകുമ്പോഴാണ് ഭഗവാൻ നമുക്ക് വേണ്ടി അരുളിയ ആ ദർശന മഹിമ ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 2024 ഒരുപാട് സംഭവങ്ങളുടെ 100-ാമത് വർഷമാണ്, അല്ലേ? ഗുരുകുലത്തിൻ്റെ 100-ാമത് വർഷം, ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ 100-ാമത് വർഷം, നമ്മുടെ ഹോമമന്ത്രം എഴുതി തന്നതിൻ്റെ 100-ാമത് വർഷം. അങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനിയിപ്പോൾ 2028 വരുമ്പോൾ ഭഗവാന്റെ മഹാസമാധി കഴിഞ്ഞിട്ട് 100 വർഷം. ഇപ്പം ഈ 100 വർഷം തികയുമ്പോഴൊക്കെ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചിന്ത വേണം, ഭഗവാനോട് നമുക്ക് എത്രമാത്രം അടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാഷണങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും മാത്രമല്ലാതെ സ്വന്തം ജീവിതത്തിലൂടെ ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും നമ്മുടെ കൂട്ടായ്മകളിലേക്ക് നമ്മുടെ ആളുകളെ മുഴുവൻ പങ്കെടുപ്പിക്കുവാനുള്ളൊരു പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഭഗവാൻ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞിരുന്നുവോ അതൊക്കെ തിരിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ഇത്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ എപ്പോഴും ചോദിക്കുന്നത് വിശ്വാസമുണ്ടോ? അടിയുറച്ച് വിശ്വസിക്കണം. ഞങ്ങൾ പഠനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കോലോത്തങ്കര ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഭഗവാന്റെ ആദ്യത്തെ വിഗ്രഹപ്രതിഷ്ഠ അല്ല എങ്കിൽ പോലും ഫോട്ടോ വെച്ച് ആരാധിച്ചത് കുമാരനാശാനാണ്. അതവിടെയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞു തന്നൊരു കാര്യം വളരെ വിഖ്യാതമാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ആളുകൾ ഇന്ന് സാമ്പത്തികപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഉന്നത നിലവാരം പുലർത്തുന്നവർ തന്നെയാണ്. നാൾക്ക് നാൾ നമ്മുടെ സമുദായത്തിൻ്റെ യശസ് വർദ്ധിക്കുക തന്നെ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം കണ്ടോ? ഭഗവാൻ സശരീരനായ സമയത്ത് വരച്ച് മഹാകവി കുമാരനാശാൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ആദ്യമായി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിയുമായി ഈ ചിത്രത്തിൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ ഈ കുട്ടിയെ ഞങ്ങൾ അങ്ങേ ഏൽപ്പിക്കുന്നു. മോനെ, ഇതാണ് നമ്മുടെ കൺകണ്ട ദൈവമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. നിന്റെ ഊണിലും ഉറക്കത്തിലും നിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ വരുന്ന തലമുറയും ഒക്കെ ഈ ആചാരത്തിൽ ബലമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഗുണമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. നമുക്കുമുണ്ട് ഗുരുദേവ ക്ഷേത്രം. നമ്മുടെ വീട്ടിലൊരു കുട്ടി പിറന്നു, ആ കുട്ടിന് ആദ്യം ചോറ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട് പോകും? ഇവിടെ ഉള്ളവരുടെ മെയിൻ അമ്പലം ഏതാ? ഞങ്ങളുടെ അവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഗുരുവായൂർ പോവും, അല്ലെങ്കിൽ വൈക്കത്ത് പോവും, അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോവും. ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴും മനസ്സിനൊരു സമാധാനം കിട്ടുകയല്ല. ലാസ്റ്റ് എന്ത് ചെയ്യും?
ഗുരുദേവ ക്ഷേത്രത്തിലും ചെന്നിട്ട് ഇച്ചിരി ചോറ് കൊടുക്കുമ്പോഴേ മനസ്സിന് സമാധാനം കിട്ടും. പക്ഷേ പ്രിയമുള്ളവരെ, തിരിച്ചല്ലേ വേണ്ടത്? നമ്മൾ ആദ്യം പോകേണ്ടത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, നമ്മുടെ കൺകണ്ട ദൈവമായ, നമുക്ക് ഈ കാണുന്ന സർവ്വ സൗഭാഗ്യങ്ങളും തന്ന ഭഗവാന്റെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളുടെ ചോറൂണാകട്ടെ, ആ കുട്ടിയുടെ എഴുത്തിനിരുത്താകട്ടെ, ഏതൊരു വിശേഷ ദിവസവും ആരംഭിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ നിന്നാണെങ്കിൽ പ്രിയമുള്ളവരെ, അതിനൊരു കുറവ് സംഭവിക്കില്ല. നാൾക്ക് നാൾ നമുക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്ന സർവ്വ ദൈവങ്ങളെയും സർവ്വചരാചരങ്ങളെയും പൂജിക്കുവാൻ നമുക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സർവരെയും ആരാധിക്കുവാൻ അവകാശം നേടിത്തന്ന ഭഗവാനെ നിങ്ങൾ നെഞ്ചിലേറ്റുക. ആ ഭഗവാന് വേണ്ടി നമ്മൾ വേല ചെയ്യുക. ഓരോരുത്തർക്കും ചെയ്യുവാൻ പറ്റുന്നത് വിവിധ രീതികളിലുള്ള പ്രവർത്തനങ്ങളായിരിക്കാം, അല്ലേ? ചിലർക്ക് നന്നായിട്ട് ഗുരുദേവ കീർത്തനങ്ങൾ ചൊല്ലാൻ പറ്റും, ചിലർക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ പറ്റും, ചിലർക്ക് ഭഗവാൻ പറഞ്ഞു തന്നുള്ള രീതിയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രേരണയാകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചടങ്ങുകളിലൂടെ നമുക്കാവുന്ന രീതിയിൽ ഓരോരുത്തർക്കും ചെയ്ത് കാണിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഗുരുദർശനം ഈ ലോകത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റുക എന്നൊരു ശബ്ദമാണ് ഞാനും നിങ്ങളുമൊക്കെ എടുക്കേണ്ടത്. ഈ 1924 മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ ആചാര്യതുല്യരായ ആളുകൾ വന്ന് തന്നെ ക്ലാസ് എടുത്തിട്ടുള്ള ശ്രീനാരായണ ധർമ്മം, അല്ലേ? എന്താണ് ശ്രീനാരായണ ധർമ്മം? എന്താണ്? നമ്മുടെ ശാഖായോഗം പ്രസിഡന്റോ അല്ലെങ്കിൽ യൂണിയൻ സെക്രട്ടറിയോ വിളിച്ച് പറയുമ്പോൾ അപ്പം തന്നെ ഓടി ചെന്ന് വീട്ടിൽ നിന്ന് ഒരു മഞ്ഞ ബ്ലൗസും മഞ്ഞ സാരിയൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു കൊടിയൊക്കെ കൈ പിടിച്ചിട്ട് ടി കെ മാധവ വനാർ ശങ്കർ നേടിയെടുത്തു രുതിപ്പിച്ചുക കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയുന്നതാണോ ശ്രീനാരായണ ധർമ്മം? SNDP യോഗത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്നവരുടെ യോഗമാണെന്ത്? SNDP യോഗം എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം? ചക്കയാണോ? മാങ്ങയാണോ? പിന്നെന്താണ്? ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1924 ശിവഗിരി മഠത്തിലെ തേന്മാവിൻ്റെ കൊമ്പിൻ്റെ തണൽ, ഈ തേന്മാവിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ആത്മാനന്ദ സ്വാമികളും ബോധാനന്ദ സ്വാമികളും ഒക്കെ അടങ്ങുന്ന ശിഷ്യവൃന്ദം ഭഗവാനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഞങ്ങളും ഞങ്ങളുടെ ഈ തലമുറയും ഭഗവാന്റെ അവതാര സാന്നിധ്യത്താൽ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നു, ഞങ്ങളെല്ലാവരും ധന്യരാണ്. പക്ഷേ ഇനി വരുന്ന പുതിയ തലമുറ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ഉത്തമ പുരുഷന്മാരായി ജീവിക്കുന്നതിന് ഉതകുന്ന ഉപദേശങ്ങൾ തന്ന് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്തത്, ഭഗവാന്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമികൾ അതാത് ദിവസം എഴുതിയെടുത്ത് വൈകുന്നേരം ഭഗവാനിൽ സമർപ്പിച്ച് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയായി ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ, ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനായി ജനിച്ചവൻ എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവാൻ അരുൾ ചെയ്ത ഉപദേശങ്ങൾ അടങ്ങുന്ന 295 ശ്ലോകങ്ങളും 10 സർഗങ്ങളും അടങ്ങുന്ന ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അപ്പം നിങ്ങൾ ആലോചിക്കും, ഭാരതത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങൾക്കൊരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. മനുസ്മൃതി, യാജ്ഞവൽകൃത സ്മൃതി, ഇതുപോലുള്ള സ്മൃതികൾ ഉണ്ടായിട്ട് ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീനാരായണ സ്മൃതി ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതൊക്കെ അതാത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ആചാര പരിഷ്കാരങ്ങളാണ് ഈ കൃതികൾ അല്ലെങ്കിൽ ഈ സ്മൃതി ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മതത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തിന് മുന്നിലേക്ക് ഈ ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥം പറഞ്ഞു തരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ക്രിസ്ത്യൻ സഹോദരന് ബൈബിൾ എങ്ങനെയാണ്, ഒരു മുസ്ലിം സഹോദരന് ഖുറാൻ എങ്ങനെയാണ്, ഒരു ഹിന്ദു സഹോദരന് വേദപുസ്തകങ്ങൾ എങ്ങനെയാണോ എന്നതുപോലെ ഒരു മനുഷ്യനായി ജനിച്ച
ഏതൊരു മനുഷ്യനും ആവശ്യമുള്ള അല്ലെങ്കിൽ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും മരണാനന്തര കർമ്മങ്ങൾ വരെയും വിശദമായി പറഞ്ഞു വരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്ത് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. തീർത്ഥസ്വാമികൾ ശുദ്ധമായ മലയാളത്തിൽ അത് വിവർത്തനം ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ശ്രീനാരായണ ധർമ്മം ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ശിവഗിരിയിലെത്തുമ്പോൾ അതൊരെണ്ണം വാങ്ങിക്കണം. 90 രൂപ മാത്രമേ അതിൻ്റെ വിലയുള്ളൂ. അനീഷിൻ്റെ അത്യാവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ വീടുകളിലും ശ്രീനാരായണ ധർമ്മം എടുത്തു വയ്ക്കുകയും അത് നിങ്ങളുടെ നിത്യ പ്രാർത്ഥനകളിൽ അതിൻ്റെ ആദ്യത്തെ 2 സർഗങ്ങൾ വർക്കല വർണ്ണനയും ശിവഗിരി വർണ്ണനയുമാണ്. അത് കഴിഞ്ഞാണ് ലോക നന്മയ്ക്കുതകുന്ന ഉപദേശങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ളത്. ഇതൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റിൻ്റെയും ചിട്ടിയുടെയൊക്കെ ബുക്ക് വെക്കാതെ ദിവസവും വൈകുന്നേരങ്ങളിൽ കുടുംബമായിട്ടിരുന്നതൊന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതൊന്ന് ചൊല്ലണം. എന്താണ് അത് ചൊല്ലിയാലുള്ള പ്രത്യേകത? അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് പോകാം. ശ്രീനാരായണ ധർമ്മം നിത്യപാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, മക്കള്, മരുമക്കള്, അമ്മായിയമ്മ ഇവരെല്ലാവരും കൂടെ ഇരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണ് വെപ്പ്. ഇന്ന് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മായിയമ്മ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള മുൻഗണന ആർക്കായിരിക്കും? അമ്മായിയമ്മയുടെ കയ്യിലായിരിക്കും പ്രാർത്ഥനാ ബുക്ക് ഇരിക്കുന്നത്. ഇപ്പം ശ്രീനാരായണ ധർമ്മം തുറന്നു വെച്ച് ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അമ്മ വായിക്കും. അതിന് മലയാളം പറയാം. എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി ജീവിക്കുന്നുവോ അവിടം സ്വർഗമായിരിക്കും. എന്താണ്? എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി ജീവിക്കുന്നു. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ശമ്പളം കിട്ടുമ്പോൾ ഉള്ള സ്നേഹമല്ല, സാരി മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹമല്ല, അയൽക്കൂട്ടത്തിൽ നിന്ന് ചിട്ടി പിടിച്ചുകൊണ്ട് ഭാര്യ കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്നേഹമല്ല, ഇടമുറിയാത്ത സ്നേഹം. അവൻ്റെ വിഷമഘട്ടങ്ങളിലും സന്തോഷാവസരങ്ങളിലും രോഗാവസ്ഥയിലുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ ഹൃദയത്തോടുകൂടി സ്നേഹിച്ച് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ എവിടെയുണ്ടോ അവിടം സ്വർഗമാണ്. അപ്പൊ പിള്ളേരുണ്ടെങ്കിൽ അവരിരുന്ന് ചിരിക്കും, അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ അപ്പോ നേരെ മറിച്ച് ഇങ്ങനെയാണ് ആ വീട്ടിൽ സംഭവിക്കുന്നതെങ്കിലോ മക്കള് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയും കണ്ടു വേണം നമ്മൾ വളരുവാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വായിച്ചു പോകുമ്പോൾ അമ്മ വായിക്കും, മെതവയശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളുമായ സ്ത്രീ എവിടെയുണ്ടോ അവിടെ സ്വർഗമായിരിക്കും. എന്നിട്ട് മരുമകളെ ഒന്നുകൂടെ നോക്കും, ഭർത്താവും നോക്കും. എന്താണ് അമ്മ പറഞ്ഞത്? മെതവയശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളും എവിടെയുണ്ടോ അവിടം സ്വർഗമായിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഭാര്യാഭർത്താക്കന്മാർ ഇത് കേൾക്കുന്നു, അവരുടെ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നു, അമ്മ ഉപദേശിച്ചു കൊടുക്കുന്നു. ഇതാര് പറഞ്ഞതാണ്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കണം. പല ഭർത്താക്കന്മാർക്ക് സംഭവിക്കുന്നതെന്ന് അവർക്ക് വീട്ടിൽ ഒന്നിനും നേരമില്ല, അവർ ഓടിപ്പോവും. ഭാര്യ നല്ലൊരു വസ്ത്രം ധരിച്ചാലോ നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്നാലോ നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പുറത്തെ ചേച്ചിയാണെങ്കിൽ ആ ചേച്ചി ഇന്ന് കൊള്ളാമെന്ന് പറയും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പുറത്തെ ചേട്ടൻ ചിലപ്പോൾ ഇത് നല്ലതാണെന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പൊ ഭാര്യമാരെന്ത് ചെയ്യണം? ഭർത്താക്കന്മാരെ അനുസരിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. ഭർത്താവിന് പരിഗണനയാണ് വേണ്ടത്, അല്ലാതെ തേനേ മുത്തേ പാലേന്നൊക്കെ പറയുകയല്ല ഭർത്താക്കന്മാരോട് വേണ്ടത്. അവര് കടന്നു വരുമ്പോൾ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ കുടിക്കുവാൻ വെള്ളം തിളപ്പിച്ച് കൊടുക്കുവാനുള്ള മനസ്ഥിതി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ തിരക്കി പോകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പോയാൽ കിട്ടുകയില്ല എന്നല്ല പറയേണ്ടത്. സാരമില്ല, നമുക്ക് മറ്റെവിടെന്നെങ്കിലും സംഘടിപ്പിക്കാമെന്നുള്ള ധൈര്യം കൊടുക്കുന്ന ഭാര്യമാരുണ്ടാകും.
അപ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പോകുമ്പോൾ ഭർത്താവ് വളരെ സന്തോഷിച്ചിരിക്കുക. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണ്, പുരുഷന്മാരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അടുത്ത വാചകം, മദ്യപിക്കരുത്. മദ്യപിക്കുന്നവനെ സ്വന്തം ഭാര്യ വെറുക്കും, മക്കൾ വെറുക്കും, ഈശ്വരൻ പോലും വെറുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മദ്യപിക്കരുത്. ഇതൊക്കെ ആരാ പറഞ്ഞിട്ടുള്ളത്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. പിന്നെയും പറയുന്നുണ്ട്, സ്വന്തം മരുമകളെ മകളായി കാണാത്ത അമ്മായിമ്മമാർ എവിടെയുണ്ടോ ആ കുടുംബവും നശിച്ചു പോവും. ഇത് ഭഗവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെയും വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെയും നിലനിൽക്കുന്നതും കാലഘട്ടത്തിന് ആവശ്യമുള്ളതെല്ലാം ഒരു കുട്ടിക്ക് പേരിടേണ്ടത് എപ്പോഴാണ്? ഒരു കുട്ടി ഒരമ്മയുടെ ഹൃദയത്തിൽ ഉടലെടുത്താൽ, അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉടലെടുക്കുമ്പോൾ മുതൽ ഒരു അമ്മ ആചരിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ത്രീ ഋതുമതിയായാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിത്യബ്രഹ്മചാരിയായ, അതായത് ഭഗവാൻ ലാസ്റ്റ് ഈ ദുരിതാവസ്ഥയിൽ രോഗാവസ്ഥയിലൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാന്റെ അതികഠിനമായ ഈ ബ്രഹ്മചര്യ വ്രതമാണ് ഭഗവാൻ ആ ശരീരത്തെ ഇത്ര വിഷമിപ്പിച്ചതെന്ന് പോലും പറയുന്നുണ്ട്. ഇത്ര തീവ്ര ബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ചില സമയത്ത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ആവുന്നുണ്ട്, ചില സമയത്ത് നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞനാകുന്നുണ്ട്, ചില സമയത്ത് നല്ലൊരു സാമ്പത്തിക വിദഗ്ധനാകുന്നുണ്ട്, നല്ലൊരു അധ്യാപകനാകും. സർവ്വതിൻ്റെയും ഉറവിടമായിട്ട് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഇപ്പോഴും ഈ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം കാണാത്ത എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ മേടിച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ ബില്ലും ചിട്ടി ബുക്കും ഒക്കെ ഒളുക്കി മാറ്റി വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നിത്യ പ്രാർത്ഥനകളിൽ പാരടിപ്പാട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഈ അമൃതുകൾ അല്ലെങ്കിൽ ഈ ധന്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സത്സന്താനങ്ങൾ. എന്താണ് സത്സന്താനം എന്ന് പറയുന്നത്? ഒരു അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ബാലൻസ് ആണോ? റബ്ബർ എസ്റ്റേറ്റ് ആണോ? പിന്നെന്താണ് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം? എന്താ? നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ? ആരാണ്? മക്കളാണോ? എന്നിട്ടാണോ ചില അമ്മമാർ രാവിലെ എഴുന്നേറ്റ് ഈ കാലനെ വണ്ടി ഇടിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത്? അതാണോ? അങ്ങനത്തെ മക്കളാണോ? പിന്നെ എങ്ങനെയാണ്? നല്ല സത്സന്താനങ്ങളാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇവിടെയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ വാഴ വെക്കാൻ സമയം നോക്കും, അല്ലേ? നമ്മൾ ചേന നടാൻ സമയം നോക്കും, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഞങ്ങളുടെ നാട്ടിലെ കാര്യം ഞാൻ പറയും, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതായത് സംശയം ചോദിക്കുന്നത്. ചേന നടാൻ സമയം നോക്കും, കാച്ചിൽ നടാൻ സമയം നോക്കും, ശരിയല്ലേ? ഒരു വീട് വെക്കണമെങ്കിൽ അതിൻ്റെ കല്ലിടാൻ സമയം നോക്കും. നോക്കാറുണ്ടോ? ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല സമ്പാദ്യമായ ഈ മക്കളെ സൃഷ്ടിക്കാൻ ആരെങ്കിലും സമയം നോക്കാറുണ്ടോ? ഞാൻ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് ചെന്നപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു അമ്മ പറഞ്ഞേ, ഞാൻ സമയം നോക്കി, എൻ്റെ മരുമകൾ പ്രസവിച്ചപ്പോഴത്തേന് ഞാൻ കൃത്യമായിട്ട് സമയം നോക്കി ഒരു നല്ല സമയം ജോത്സ്യനെ കൊണ്ട് കുറിപ്പിച്ച് ഡോക്ടറെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കീറി പുറത്തേക്ക് എടുത്തു. മകം പറന്ന മങ്ക, നല്ല സമയമായിരുന്നു. ഞാൻ തിരിച്ചു ചോദിച്ചു, അമ്മേ കാച്ചിൽ നട്ടപ്പോഴാണോ കാച്ചിൽ പറിച്ചപ്പോഴാണോ നമ്മൾ സമയം നോക്കുന്നത്? എപ്പോഴാണ്? ആ കാച്ചിൽ നടുമ്പോഴല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? ആ കാച്ചിൽ പറിച്ചപ്പോഴാണ്. ആ സമയം കറക്റ്റ് ആകണോ? ആ സമയം കറക്റ്റ് ആകത്തില്ല. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സമയം ആരെങ്കിലും കുറിച്ച് തന്നിട്ടുണ്ടോ? ഉണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് പറ്റി നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതാണ് പത്രം തുറക്കുമ്പം അമ്മയെ തല്ലിയവൻ, അച്ഛനെ കൊന്നവൻ, ബസ്സിന് തീയിട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ പ്രാഗിട്ട് കാര്യമില്ല. ആ ചീത്ത സമയം, ഏതൊരു കാര്യം നല്ല കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നോക്കുന്ന നല്ല സമയം കുറിച്ച് വെച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് പങ്കെടുക്കേണ്ടിയിരുന്നു. ഭഗവാൻ പറയുന്നു, വിവാഹിതയായ ഒരു സ്ത്രീ ഋതുമതിയായാൽ 4 ദിവസങ്ങൾക്ക് ശേഷം തുടർന്നുള്ള 12 ദിവസങ്ങളിൽ 7 പർവ്വകാലങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പര പ്രേമത്തോടുകൂടി സംയോജിച്ചാൽ ഉണ്ടാകുന്ന കുട്ടി സത്സന്താനമായിരിക്കും. ഏതാണ് ആ 7 പർവ്വകാലങ്ങൾ? അതും ഭഗവാൻ പറയുന്നുണ്ട്. അഷ്ടമി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ചതുർദശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാവ് തുടങ്ങിയിട്ട് 14-ാമത്തെ ദിവസം.
കറുത്തവാവ്, ഗ്രഹണം, അയനസന്ധി, ഉത്സവം, മകരസംക്രമകാലം, ഇത്രയും ദിവസങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിക്ക് വേണ്ടി സംയോജിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്താനം സത്സന്താനമാകുമെന്ന് പറഞ്ഞത് ഞാനല്ല, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടപ്പിലാക്കേണ്ട നിരവധി കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു തന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇതിലേക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം ഇനിയും മാറിയിട്ടില്ല. പുതിയ തലമുറയിലേക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു വിവാഹം നടക്കുന്നു. ആ കുട്ടിയെ ആ പന്തലിൽ വെച്ച് പെൺകുട്ടിയെ കൈപിടിച്ച് ഉയർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കിണ്ടിയും നിലവിളക്കുമൊക്കെ കൊടുത്തു വിടുന്നതിൻ്റെ കൂട്ടത്തിൽ 90 രൂപ മുടക്കിയിട്ട് ഒരു ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം കൂടെ മേടിച്ചു കൊടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം, മോനെ ഇത് നീ നിത്യവും പാരായണം ചെയ്യണം, ഇത് നീ നിന്റെ തലമുറ കൈമാറി ഈ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പടുത്തുയർത്തുവാൻ മക്കളെ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥ SNDP യോഗം പ്രവർത്തകർ ആയി അല്ലെങ്കിൽ യഥാർത്ഥ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അംഗങ്ങളായി മാറുന്നതിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭഗവാന്റെ വചനം മനസ്സിലുണ്ടാകണം. നമ്മെ ആരെങ്കിലും ഒരു അവതാര പുരുഷനായി കാണുന്നുണ്ടോ എങ്കിൽ ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം ജാതിയില്ലായ്മ ചെയ്യുക എന്നത് മാത്രമാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ജാതി ഭീകരത മാറിയിട്ട് മതഭീകരത തളമാടുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സിലേക്ക് മതത്തിൻ്റെ വൈര്യം അല്ലെങ്കിൽ ജാതി ഭീകരത കൂടുകൂട്ടുന്നതിന് മുൻപേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൊളുത്തിത്തന്ന ആ ദീപം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ട കാലമാണിത്. അതിന് ഒരു സംഭവകഥ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ബിഷപ്പിൻ്റെ വിളി വന്ന് കാണുമല്ലോ. ഏകദേശം നയനാർ മന്ത്രിസഭയുടെ കാലഘട്ടം കോഴിക്കോട് ഒരു സ്കൂളിൽ PTA മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ PTA മീറ്റിങ്ങിൽ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ നമുക്ക് മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? അതിനൊരു കാര്യം ചെയ്യാം. വരുന്ന 3 ദിവസങ്ങളിൽ നമുക്ക് വിവിധ ആരാധനാലയങ്ങളിൽ കുട്ടികളുമായിട്ട് സന്ദർശിക്കാം. അവിടുത്തെ ആചാര്യന്മാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഈ മതങ്ങളെക്കുറിച്ചൊരു ഏകദേശ രൂപം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ അധ്യാപകർ ആദ്യമായി പോയത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. അവിടുത്തെ പുരോഹിതൻ ഈ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തു. അവരുടെ പള്ളിയിലേക്ക് കയറ്റിയിരുന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ അവസാനം അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും മോക്ഷം പ്രാപിക്കും. എന്താണ് പറഞ്ഞത്? മക്കളെ, നിങ്ങളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മക്കൾ അവിടെ ഇരുന്നു, ഇതൊക്കെ കേട്ടു, വീട്ടിലേക്ക് പോയി. 2ാമത്തെ ദിവസം അവർ പോയത് ഒരു മുസ്ലിം പള്ളിയിലാണ്. ആ പള്ളിയിൽ ചെന്നപ്പോഴും അവിടുത്തെ ആചാര്യൻ അവർക്ക് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തു. പള്ളിയുടെ കോമ്പൗണ്ടിൽ വിളിച്ചിരുത്തി അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹവും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഏകദൈവമായ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും മോക്ഷം പ്രാപിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സ്വർഗം ലഭിക്കും. അവിടെ നിന്നും കുട്ടികൾ പോയി. 3ാമത്തെ ദിവസം സ്വാഭാവികമായിട്ടും പോകേണ്ടത് എവിടെയാണ്? ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ്. അപ്പോൾ പേര് കേട്ട ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് വിളിച്ചു. ഞങ്ങൾ നാളെ ഒരു 200-300 ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നോ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെയൊക്കെ മതിലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരത്തിൽ എന്താണ് വെടി വഴിപാടെന്നാണോ? പിന്നെ ചെരുപ്പ് പുറത്തിടാനാണോ? പിന്നെ എന്താ എഴുതി വയ്ക്കുന്നത്? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അഹിന്ദുക്കളായ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. സ്വാഭാവികമായിട്ടും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വിഷമമായി. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ഈ പ്രശ്നമില്ല. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതേതരത്വം. പക്ഷേ ഈ സംഭവം എങ്ങനെ കുട്ടികളോട് പറയും? അപ്പോഴൊരു അധ്യാപകൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. അവിടുത്തെ ആചാര്യനെ വിളിച്ച് പറഞ്ഞു,
നിങ്ങൾ എത്ര പേര് വരുമെന്ന് കൃത്യമായിട്ട് പറയണം. കാരണം ഇവിടെ വരുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചെന്നപ്പോൾ ആ ആചാര്യൻ അവരെ വിളിച്ചിരുത്തി ആദ്യം ദൈവദശകം ചൊല്ലിക്കേൾപ്പിച്ചു. കുട്ടികൾ അതൊക്കെ കേട്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിത്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. പല പുഴകൾ പല വഴികളിലൂടെ ഒഴുകി അവസാനം കടലിൽ പതിക്കുന്നത് പോലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്നാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഭഗവാൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മനുഷ്യത്വമുള്ളവരായി ജീവിക്കണം. വീണ്ടും അവരെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ പ്രഥമ അധ്യാപകൻ പറഞ്ഞു, മക്കളെ, നമ്മൾ ഈ 3 ദിവസം നടത്തിയ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നതെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മിടുക്കനായ കുട്ടി കടന്നു വന്നിട്ട് പറഞ്ഞു, പ്രിയ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, കൂട്ടുകാരെ, ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആദ്യ ദിവസം ഞങ്ങൾ പോയത് ഞങ്ങളുടെയൊക്കെ കൂടെ പഠിക്കുന്ന ജോസഫിൻ്റെ പള്ളിയിലേക്കാണ്. സത്യത്തിൽ അവിടുത്തെ ആചാര്യൻ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും മനസ്സ് വിഷമിച്ചു. കാരണം അവിടുത്തെ ആചാര്യൻ പറഞ്ഞത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും, എങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം എനിക്ക് വിഷമം തോന്നി. കാരണം എനിക്കും ഫാത്തിമയ്ക്കും രാജേഷിനും രാമനും ഒന്നും സ്വർഗരാജ്യം ലഭിക്കില്ല. ജോസഫിനും മറിയയ്ക്കും അവർക്ക് മാത്രമേ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ. കാരണം എന്താ? അവിടുത്തെ ആചാര്യം പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ ദിവസം പോയത് ഞാൻ എൻ്റെ പള്ളിയിലാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സ് വേദനിച്ചു. കാരണം അവിടുത്തെ ആചാര്യൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഏകദൈവമായ അല്ലാഹുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും, സ്വർഗം ലഭിക്കുമെന്നാണ്. അപ്പോൾ എനിക്കും ആയിഷയ്ക്കുമൊക്കെ കിട്ടുന്ന സ്വർഗം എൻ്റെ കൂട്ടുകാരായ രാമനും അല്ലെങ്കിൽ ഉഷയ്ക്കും അല്ലെങ്കിൽ മത്തായിക്കും മറിയയ്ക്കും ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. പക്ഷേ 3-ാമത്തെ ദിവസം ഞങ്ങൾ പോയ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു. കാരണം അവിടുത്തെ ആചാര്യൻ ഞങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. പ്രിയ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഇത്തരം ആശയങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് നിങ്ങൾ പകർന്നു തരേണ്ടത്. ഞങ്ങൾക്ക് മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം നയിക്കുവാനും സാധിക്കുമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ദർശനം, അത്തരം ദർശനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരൂ. ഞങ്ങൾ നാളെയുടെ തലമുറകളാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഞങ്ങൾക്ക് വളരുവാനും പഠിക്കുവാനും ഇത്തരം ദർശനം നിങ്ങൾ പകർന്നു തരൂ എന്ന് പറഞ്ഞു തന്ന സ്ഥലത്ത് നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ശ്രീനാരായണ ദർശനത്തിന് അതിരുകളില്ല, മതമില്ല, വർഗമില്ല, യാതൊരുവിധ ഭേദവുമില്ലാതെ സർവചരാചരങ്ങളിലേക്കും പകർന്നു കൊടുക്കുവാൻ പറ്റുന്ന ശ്രീനാരായണ ദർശനത്തിൻ്റെ പതാകവാഹകരാകുവാൻ നമുക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞു അല്ലേ? മറ്റൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മളിവിടെ എത്തിയത് ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഈ ക്ലാസ് തീരുന്നതിന് മുൻപ് ഭഗവാനെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം സ്മരിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സ് ഇപ്പോൾ വേണ്ടത് ശിവഗിരി മഹാസമാധി മണ്ഡപത്തിലെ വെണ്ണക്കൽ പ്രതിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മാത്രമായിരിക്കട്ടെ. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രം നിങ്ങളൊന്ന്
ഏറ്റുചൊല്ലുക. ഓ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. ഈ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് ശിവഗിരി മഠത്തിലെ ശാരദാംബയുടെ മുന്നിലാണ്. ഭഗവാൻ എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച അമ്മയുടെ മുന്നിൽ നമ്മൾ നമ്ര ശിരസ്കരായി നിൽക്കുകയാണ്. അമ്മയെ മനസ്സ് നിറച്ച് കണ്ടതിന് ശേഷം നമ്മളിതാ ഭഗവാന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്ന വൈദിക മഠത്തിലേക്ക് പതിയെ കയറിപ്പോവുകയാണ്. ആ കയറ്റത്തിനിടയിൽ ഭഗവാനെ തഴുകിയ ഇളം തെന്നൽ നമ്മളെയും തഴുകുകയാണ്. കിളികളുടെയും ചെറിയ ചെറിയ മരങ്ങളുടെയും ഇലകളുടെയും മർമ്മരം നമുക്ക് സുഖം നൽകുന്നു. ഭഗവാനെ പുൽകിയ ആ കാറ്റുമേറ്റുകൊണ്ട് വൈദിക മഠത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മൾ ആ വൈദിക മഠത്തെ ഭക്തി പുരസ്സരം വലം വെച്ചുകൊണ്ട് ഋഷാമണ്ഡപം വഴി പതിയെ ബോധാനന്ദ സ്വാമികളുടെ സമാധി മണ്ഡപത്തിനരികിൽ ബോധാനന്ദനെ സ്മരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ശിവഗിരി മഹാസമാധി മന്ദിരത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഒന്നൊന്നായി നമ്മൾ ചവിട്ടിക്കയറുകയാണ്. ഭഗവാനും ഭഗവാന്റെ ശിഷ്യഗണങ്ങളും ഭക്തജനങ്ങളുമൊക്കെ ആദരപൂർവം നടന്നു നീങ്ങിയ ആ പുണ്യവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുളിർമയേകിയ ഭഗവാനെ തഴുകിയ കാറ്റ് നമ്മളെയും തഴുകി ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മഹാസമാധി മന്ദിരത്തിൻ്റെ മുന്നിലാണ്. ഭഗവാൻ നട്ടുവളർത്തിയ ഭഗവാന്റെ ആ ദിവ്യ കളേബരത്തെ തൊട്ടു നിൽക്കുന്ന ദിവ്യമായ പ്ലാവിൻ്റെ ചുവട്ടിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ നമ്മളെയും പ്രതീക്ഷിച്ചവിടെ നിൽക്കുകയാണ്. ഭഗവാനെ കണ്ട സന്തോഷത്തിൽ നമ്മളേവരും ഓടിച്ചെന്ന് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും വാരിപ്പുണർന്നുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക് ദൈവീക ശക്തി പകർന്നു തന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നൊഴിയാതെ പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. കൈകൾ കൂട്ടിത്തിരുമ്മി അതിൻ്റെ ചൂട് കണ്ണിൽ വെച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറന്ന്
ഭഗവാന്റെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഃ. അല്പനിമിഷം ആചാര്യൻ പകർന്നു തന്ന ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ അവസരമുണ്ടാക്കി തന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പഠനത്തിനിടയിൽ കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ പകർന്നു തന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ മാത്രം തെറ്റുകളായി കണ്ട് ക്ഷമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ആചാര്യൻ്റെ കരുണയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.